ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ സംസ്ഥാനത്ത് ഏറ്റവും വാശിയേറിയ ഒരു പോരാട്ടം നടക്കാൻ പോകുന്നത് ഇത്തവണയും നേമം നിയോജക മണ്ഡലത്തിലാണെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച നേമത്ത് സിറ്റിംഗ് MLAയും മന്ത്രിയുമായ V ശിവൻകുട്ടിയെ തന്നെ വീണ്ടും രംഗത്തിറക്കാനാണ് CPMന്റെ പദ്ധതി എന്നാണ് അറിയുന്നത്. പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് V ശിവൻകുട്ടി ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 തവണ താൻ നേമം മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്. സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന രീതി CPM നേതാക്കൾക്കില്ല. എന്നാൽ പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും ഇതുവരെ അനുസരിച്ചിട്ടുണ്ടെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. ചരിത്രം കുറിച്ചുകൊണ്ട് 2016-ൽ BJPയുടെ അക്കൗണ്ട് തുറന്ന നേമം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശിവൻകുട്ടി തിരിച്ചുപിടിച്ചിരുന്നു. ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ നടത്തിയ രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിൽ സജീവമായ സാഹചര്യത്തിൽ ശിവൻകുട്ടിയോടും രംഗത്തിറങ്ങാൻ പാർട്ടി നിർദ്ദേശം നൽകിയതായാണ് സൂചനകൾ. ലോക്സഭാ ഇലക്ഷനിലും അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJPക്ക് നേമത്തുണ്ടായ മുന്നേറ്റമാണ് രാജീവ് ചന്ദ്രശേഖറിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പതിവിലും നേരത്തെ അദ്ദേഹം ആ പ്രഖ്യാപനവും നടത്തിയത്. ഈ കഴിഞ്ഞ 2021-ലെ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെ 3949 വോട്ടുകൾക്ക് ശിവൻകുട്ടി പരാജയപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് നടന്ന ലോക്സഭാ ഇലക്ഷനിൽ നേമം BJPക്കൊപ്പമാണ് നിന്നത്. രാജീവ് ചന്ദ്രശേഖരായിരുന്നു നേമം ഉൾക്കൊള്ളുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയതും നേമത്ത് തന്നെയായിരുന്നു. LDF ഇവിടെ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലവും BJPയെ തുണക്കുന്നത് തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേമം മണ്ഡലത്തിൽ 25 വാർഡുകളാണ് ഉള്ളത്. അതിൽ 17 എണ്ണത്തിലും BJPയാണ് വിജയിച്ചത്. LDFന് 5 ഇടത്ത് മാത്രമാണ് അവിടെ ജയിക്കാൻ കഴിഞ്ഞത്. അതേസമയം BJPയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന തൃക്കണ്ണപുരവും പുന്നയ്ക്കാമുകളും തിരിച്ചു പിടിച്ചത് LDFന് അല്പം ആശ്വസിക്കാനുള്ള വകയാണ്. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടിയും രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ മണ്ഡലം നിലനിർത്താൻ കരുത്തനായ ഒരു പോരാളി തന്നെ വേണമെന്ന വിലയിരുത്തലാണ് CPMലുമുള്ളത്. മണ്ഡലത്തിൽ ഏറ്റവും ഉചിതനായ സ്ഥാനാർത്ഥി V ശിവൻകുട്ടി തന്നെയാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ആരോഗ്യ കാരണങ്ങളാണ് ശിവൻകുട്ടിക്ക് തടസ്സമായി നിൽക്കുന്നത്. എന്നാൽ അദ്ദേഹം മത്സരിക്കാൻ സന്നദ്ധനാണെങ്കിൽ പാർട്ടി മറിച്ചൊരു തീരുമാനം എടുത്തേക്കില്ല. പാർട്ടി പറഞ്ഞാൽ അനുസരിക്കുമെന്ന് ശിവൻകുട്ടി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ അവിടെ മത്സരത്തിനിറങ്ങാനാണ് സാധ്യത. 2021-ലേതിന് സമാനമായി കോൺഗ്രസും ശക്തനായ സ്ഥാനാർത്ഥി തന്നെ അവിടെ നിർത്തിയേക്കും. കഴിഞ്ഞ തവണ മത്സരിച്ച K മുരളീധരൻ നേമത്ത് വരാനുള്ള സാധ്യത കുറവാണ്. നേമം മണ്ഡലത്തിൽ നിന്ന് തന്നെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാണ് കോൺഗ്രസിന്റെ നീക്കം. ഇപ്പോൾ ഇലക്ഷനുള്ള മുന്നൊരുക്കങ്ങൾ സജീവമാക്കുകയാണ് കോൺഗ്രസും. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം തന്നെ പ്രഖ്യാപിക്കാനാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. തദ്ദേശ ഇലക്ഷനിലെ മികച്ച വിജയത്തിന് പിന്നാലെ നിയമസഭാ ഇലക്ഷനിലും വലിയ വിജയം ലക്ഷ്യം വെച്ചാണ് പാർട്ടി നീങ്ങുന്നത്. നിലവിലുള്ള ഭൂരിഭാഗം സിറ്റിംഗ് MLAമാരും ഇത്തവണയും മത്സരരംഗത്തുണ്ടാകുമെന്നാണ് സൂചനകൾ. എങ്കിലും ചില പ്രമുഖ മണ്ഡലങ്ങളിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. തൃപ്പൂണിത്തുറയിൽ K ബാബുവിന് പകരം പുതിയ ഒരാൾ എത്താനാണ് സാധ്യത. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് K ബാബു മാറി നിൽക്കുന്നത് എന്നാണ് വിവരം. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ള ചില ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ അദ്ദേഹത്തിന് വീണ്ടും അവസരം നൽകണമോ എന്ന കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും വിവരങ്ങളുണ്ട്. ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയ സാധ്യതയ്ക്ക് മാത്രമായിരിക്കും മുൻഗണന നൽകുക എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. യുവാക്കൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ എന്നതിലും ഉപരിയായി മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുന്നവർക്ക് മാത്രമായിരിക്കും സീറ്റ് നൽകുക. മധുസൂദനം മിസ്ത്രി ചെയർമാനായ സ്ക്രീനിംഗ് കമ്മിറ്റിക്കാണ് സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കാനുള്ള ചുമതല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് മണ്ഡലങ്ങളിൽ സജീവമാകാനാണ് കോൺഗ്രസ് നീക്കം.